ഉമ്മാരൊക്കെ പൈസ കൊടുക്കും. ചില മക്കൾ വാപ്പാനെ പേടിച്ചിട്ട് ചോദിക്കും, വാപ്പനോട് ചോദിക്കണ്ടേന്ന് ചോദിക്കും, പപ്പനോടൊന്ന് പറയണ്ടേ. ചില ഉമ്മാര് പറയും അതിനോട് പറയണ്ട, അതൊരു പൊട്ടനാ. സ്വന്തം വാപ്പാക്ക് വാങ്ങിക്കൊടുക്കേണ്ട സ്ഥാനം പോലും ഉമ്മാര് വാങ്ങിക്കൊടുക്കൂല. പറയണം മക്കളെ, വാപ്പ ജീവിച്ചതില് വാപ്പാന്റെ നെഞ്ചിന്റെ ബലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന്. അല്ലേ, ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ മിടിപ്പ് നിന്നാ തീരാവുന്ന പവറേ ഏത് മക്കൾക്കുള്ളൂ. എത്തീങ്കാനന്റെ ഒക്കെ വാതിലൊക്കെ ഒന്ന് പോയി നോക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു വിദേശത്ത് വെച്ച് അപകടത്തിൽ മരിച്ച 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുള്ളത് 6-7 വയസ്സും 3 വയസ്സുള്ള 2 പൈതൽ മക്കളാ. മൂത്തോനെ ഒരു യത്തീങ്കാനെ ചേർത്തിട്ട് ആ വാപ്പ വന്ന് ബസ്സിറങ്ങുമ്പോ ആ വാപ്പ അങ്ങനെ വല്യാപ്പ കണ്ണുനീരും തുടച്ചു പോകുന്ന സമയത്ത് വാപ്പാനോട് സംസാരിച്ചപ്പോ വാപ്പ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം യത്തീങ്കാനന്റെ വരാന്തയിൽ ഇഞ്ച മോനെ ആക്കി തിരിച്ചിറങ്ങി പോരുമ്പോ എന്റെ മോന്റെ തിരിച്ച നോട്ടം കണ്ടിട്ട് എനിക്ക് എന്റെ മരിച്ചോയോനെ ഓർമ്മ വന്നതെന്ന്. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ എനിക്കിങ്ങ ആയുസ് നീട്ടിത്തരണം എന്റെ പേരക്കുട്ടികളെ നോക്കാനെന്ന്. ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ മിടിപ്പിന്റെ ബലേ ഉള്ളൂ മക്കളെ ഇങ്ങക്ക്, ഭാര്യമാരെ ഇങ്ങക്ക്. അതിന്റെ ബലത്തിൽ അങ്ങൾ ജീവിക്കുന്നു, ആ ബലത്തിൽ അങ്ങൾ കിടന്നുറങ്ങുന്നു. ചാരത്ത് കിടക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മളെ മാംസത്തിന് വില കൂടും, നമ്മളെ അഭിമാനത്തിന് ഇടിവ് സംഭവിക്കും. പലരും നമ്മളെ മറ്റു പല അർത്ഥത്തിലും സമീപിക്കും. ഒരു റോട്ടുമ്മക്കിറങ്ങാൻ പോലും സ്വാധീനമല്ലാണ്ടായി വരും.